ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇവക്ക് ഇത്ര ധൈര്യവും. പാവം ധനുഷ്. ഇവളെ പോലൊരു പെണ്ണിനെയാണല്ലോ കിട്ടിയത്. അല്ലെങ്കിൽ അവനിത് അനുഭവിക്കണം. സ്വന്തം ഭാര്യ വേറൊരുത്തന്റെ പിന്നാലെ പോകുന്നത് അറിയാത്തൊരു പൊട്ടൻ. ഇക്കാര്യം അവനെ ഞാനൊന്ന് അറിയിച്ചു കൊടുക്കും. വന്നിട്ട് അധിക നേരമായോ? ഇല്ല, വന്നതേ ഉള്ളൂ. ഭാഗ്യം, സംസാരിച്ചു തുടങ്ങി. ഈടാ, രണ്ടും കൂടെ എന്തൊരു ഒലിപ്പേര്. നമുക്ക് കുറച്ചും കൂടെ മാറി നിന്നാലോ? അത് കൊള്ളാം. രണ്ടും കൂടെ ദേ പോകുന്നു. ഇവനാള് മിടുക്കനാണല്ലോ. അവൻ വിളിച്ച ഉടനെ ഒന്നും പറയാതെ അവള് കൂടെ പോകുന്നു കണ്ടില്ലേ? അങ്ങനെ കാത്തോണേ. വീട്ടിലാരൊക്കെയുണ്ട്? അച്ഛൻ എന്റെ ചെറുതിലെ മരിച്ചുപോയി. അമ്മയെ ഒരു ചേച്ചിയുണ്ട്. ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞതാണോ? കല്യാണം കഴിഞ്ഞതാണ്, പക്ഷേ ചേച്ചി ഇപ്പോഴും വീട്ടിൽ തന്നെ ഉണ്ട്. അതും തോറ്റി? അവർ തമ്മിൽ ഒത്തുപോകില്ല. ഡിവോഴ്സിന് കേസ് നടക്കുക. പിന്നെ അനഘയോട് എനിക്കൊരു പ്രധാന കാര്യം പറയാനുണ്ട്. ഒരു വലിയ പാട്ടുകാരനാവണമെന്നാ എന്റെ ഏറ്റവും വലിയ ആഗ്രഹം. ഹരീഷിന്റെ പാട്ടുകള് ഞാനും കേട്ടിട്ടുണ്ട്. ഹരീഷിനെ കൊണ്ടത് സാധിക്കും. എനിക്കൊരു ജോലി കിട്ടിയാൽ മാത്രമേ നമ്മുടെ കല്യാണം നടക്കൂ. അതുവരെ അനക്ക് കാത്തിരിക്കണം. അതൊക്കെ അവള് കാത്തിരുന്നോളൂ. എന്താ പറഞ്ഞത്? അല്ല, സോറി, ഞാൻ വെയിറ്റ് ചെയ്തോളാം. ഈശ്വര, ഇപ്പൊ എല്ലാം കഴിഞ്ഞു പോയനെ. കുറെ നേരം ആണല്ലോ സംസാരിക്കാൻ തുടങ്ങിയിട്ട്. ഇത്രയ്ക്ക് എന്താ സംസാരിക്കാൻ? ആരും കാണാതിരുന്ന മതിയായിരുന്നു. അയ്യോ, എന്റെ ദൈവമേ, ചേച്ചി, ഇവരിതെപ്പ വന്നു? അവരെങ്ങാനും കണ്ട എല്ലാം കുളമാകും. ഇവര് സ്നേഹ അവനെയും കണ്ട ആകെ പ്രശ്നവും. എന്ത് ചെയ്യും? എന്റെ ദൈവമേ. അത് സ്നേഹമാണല്ലോ. ആരെ കൂടെ നിൽക്കുന്ന പയ്യൻ? അവളുടെ വല്ല സെറ്റപ്പും ആയിരിക്കും. എന്റെ ദൈവമേ, ചേച്ചി അവരെ കണ്ടു. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഈ വൃത്തിയായിട്ടവൾ എന്തിനാ ഫോൺ കട്ട് ചെയ്യുന്നത്? ചേച്ചി അങ്ങോട്ട് ചെന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി എല്ലാം തീർന്നു. ഇത് ധനുഷ് അറിയാതെയുള്ള ഏർപ്പാടാ. എടി ഭയങ്കരി, നീ ആള് കൊള്ളാലോ. എന്താ ഇവരുടെ പ്ലാൻ എന്ന് ഒന്നറിയണമല്ലോ.
ഇവര് പ്രശ്നം ഉണ്ടാക്കാനുള്ള പോക്കാണെന്ന് തോന്നുന്നു. എന്റെ ദൈവമേ, അതോടെ എല്ലാം തീർന്നു. എന്താ നീ ഫോൺ എടുക്കാത്തെ? ആരെങ്കിലും അത്യാവശ്യത്തിന് വിളിക്കുന്നതായിരിക്കും. ഏയ് അല്ല, ഇതൊരു അനാവശ്യ കോള. ചോദിക്കുന്നുണ്ട് വേറൊന്നും തോന്നരുത്. അനഘയ്ക്ക് എന്നെ ഇഷ്ടമായോ? പിന്നെ ഒരുപാട് ഇഷ്ടായി. താങ്ക് യു. അവരുടെ നിൽപ്പും ഭാവമൊക്കെ കണ്ടിട്ട് ഇത് പ്രേമം തന്നെയാ. ഇവക്ക് ഇത്ര ധൈര്യവും. പാവം ധനുഷ്. ഇവളെ പോലൊരു പെണ്ണിനെയാണല്ലോ കിട്ടിയത്. അല്ലെങ്കിൽ അവനിത് അനുഭവിക്കണം. സ്വന്തം ഭാര്യ വേറൊരുത്തന്റെ പിന്നാലെ പോകുന്നത് അറിയാത്തൊരു പൊട്ടൻ. ഇക്കാര്യം അവനെ ഞാനൊന്ന് അറിയിച്ചു കൊടുക്കും. ഇവളെന്തിനാ ഇങ്ങനെ നടന്ന് വിളിക്കുന്നത്? തിരിച്ചു ചെല്ലാനായിരിക്കും. ഹരീഷ്, സമയം ഒരുപാടായി. ഇനി ഞാൻ പൊക്കോട്ടെ. നമ്മള് ഇനി എന്താ കാണുന്നേ? കാണാം. അല്ല, അനഘയെ കുറിച്ച് വലുതായിട്ടൊന്നും പറഞ്ഞില്ല. അത് പിന്നെ ഒരിക്കൽ പറയാം. സമയമായി, പോട്ടെ. അല്ല, ഒരല്പനേരം കൂടി. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ തന്നെ നല്ല ലേറ്റായി. വീട്ടിൽ നിന്നാ കോള് വന്നോണ്ടിരിക്കുന്നേ. ശരി, എങ്കിൽ പിന്നെ കാണാം. ശരി. ഇവൻ ആരാണെന്നൊന്ന് അറിയണമല്ലോ. ഏയ്, അത് ശരി. അങ്ങനെ വിട്ടാ പറ്റത്തില്ലല്ലോ. ഇങ്ങോട്ട് വാ. എന്താടി നീ എന്താ ഈ കാണിക്കുന്നേ? ഞാൻ എത്ര തവണ വിളിച്ചു, നീ എന്താ ഫോൺ എടുക്കാതിരുന്നേ? ഞാൻ ഫോൺ എടുത്തല്ലോ. ഞങ്ങൾ സംസാരിച്ച് നീ കേട്ടില്ലേ? അതൊക്കെ കുറച്ച് ഞാൻ കേട്ടു. അതിനല്ല ഞാൻ വിളിച്ചത്. പിന്നെ നിങ്ങൾ തമ്മിൽ സംസാരിക്കുന്നത് അവന്റെ ചേച്ചി കണ്ടു. അവന്തിക്ക് അടുത്തിയോ? ആ പിശാചിനെ ഞങ്ങളെ കണ്ടു.